ലോകം കാത്തിരുന്ന സുപ്രധാന ഉച്ചകോടിയായിരുന്നു ദുബൈയിൽ സമാപിച്ചത്. COP28. നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ള നിർണായകമായ ചർച്ചകളായിരുന്നു ഈ 13 നാളുകളിൽ ദുബൈയിൽ കണ്ടതും കേട്ടതും. തരക്കേടില്ലാത്ത ഒരു പ്രഖ്യാപനവും COP28 ബാക്കി വെക്കാനായി. ഈ ഈരടിയിലെ ആ കൂർത്ത ചോദ്യമുണ്ടല്ലോ, അത് സത്യമായി പുലരാൻ അധിക കാലമൊന്നും ഇനി വേണ്ടിവരില്ല. കാരണം ആഗോളതാപനം ആ നിലയ്ക്കാണ് ഭൂമിയെ വിഴുങ്ങാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സന്ദേഹം മാത്രമല്ല ഇത്. വൈകിയാൽ ലോകം ഇരുളടയുമെന്ന ഭീതിത യാഥാർത്ഥ്യം കൂടിയാണ് മുന്നിൽ. എല്ലാം തകരും മുമ്പ് ഒരുമിച്ച് നിന്ന് സാധ്യമായ പ്രതിരോധം തീർക്കുക. അങ്ങനെയാണ് UN ചുവടെ ലോകരാജ്യങ്ങൾ ഒത്തുചേർന്ന് കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള ബദലുകളും മറുവഴികളും ആരാഞ്ഞത്. പാരീസ് ഉച്ചകോടിയിൽ കാർബൺ ബഹിർഗമനം കുറയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യം രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. ദുബൈയിൽ COP28 സമാപിച്ചിരിക്കെ എന്തു നേടി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ആഗോള കാലാവസ്ഥാ ഉടമ്പടിക്ക് അംഗീകാരം നൽകാനായി എന്നതാണ് പ്രധാന നേട്ടം. 198 രാജ്യങ്ങൾ ഒരുമിച്ചാണ് ഉടമ്പടി രേഖയ്ക്ക് അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 30 വർഷത്തിനിടയിലുള്ള ഈ കോപ്പിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ ഒരു കോൺസെൻസസിൻ്റെ മീറ്റിങ്ങിൽ ആദ്യമായിട്ടാണ് ഒരു സമവായം ഉണ്ടാകുന്നത്. ഈ സമവായം എന്ന് പറയുന്നത് നമ്മൾ അതായത് നെറ്റ് സീറോയിലേക്ക്, അതായത് 2050 നെറ്റ് സീറോയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതായത് അല്പം പോലും എമിഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷേ എമിഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റത്തില്ലെങ്കിൽ തന്നെയും ഒരു സമവായം ഉണ്ടാക്കിയതിന് ശേഷം അതായത് ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഫോസിൽ ഫ്യൂവൽ എക്സ്പോർട്ടിംഗ് കൺട്രീസാണ് ഇതിനകത്ത് പങ്കെടുത്തെങ്കിൽ തന്നെയും ഒരു സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞതിന് ശേഷം സമയബന്ധിതമായിട്ട് അവർക്ക് ഇത് അച്ചീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പറയുന്നത്. ഫോസിൽ ഇന്ധനം സംബന്ധിച്ച പരാമർശത്തിനും ഇതാദ്യമായി രേഖയിൽ ഇടം ലഭിച്ചു. UAE സമവായം എന്ന പേരിൽ ഭാവി ചർച്ചകളിൽ ഇനി ഇതറിയപ്പെടും. ഭൂമിയുടെയും ജനങ്ങളുടെയും നല്ല ഭാവിക്ക് വേണ്ടിയുള്ള മികച്ച തീരുമാനം. അങ്ങനെയാണ് COP28 പ്രസിഡന്റ് ഡോക്ടർ സുൽത്താൻ അൽ ജാബിർ ഉടമ്പടി രേഖയെ പ്രകീർത്തിച്ചത്. ഹെൽത്ത് ഡേ എന്നൊരു ഡേ ആണ് ഈ വർഷത്തെ COP28 പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ 27 വർഷങ്ങളിൽ നമുക്ക് ഹെൽത്തിനായിട്ട് ഒരു ദിവസമില്ലായിരുന്നു. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എത്രത്തോളം ക്ലൈമറ്റ് ചേഞ്ച് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഇമ്പാക്റ്റ് വൾണറബിൾ പോപ്പുലേഷനിൽ എത്രത്തോളം അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഒരു സൂചനയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഡേറ്റ നോക്കിയാൽ നമുക്കറിയാം ഏകദേശം 9 മില്യൺ ആളുകളാണ് വർഷം തോറും എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് മരിക്കുന്നത്. അതുപോലെ തന്നെ 183 മില്യൺ ആളുകൾക്ക് ഈ എക്സ്ട്രീം ഇവൻറ്റ്സ്, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന എക്സ്ട്രീം ഇവൻറ്റ്സ് മൂലം മരണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വളരെ ആശാവഹമായ ഒരു തീരുമാനമാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ചും ഹെൽത്തുമായിട്ടുള്ളൊരു റിലേഷൻ ഇതിനകത്ത് കണ്ടുപിടിച്ചതും. സ്വന്തം താല്പര്യങ്ങൾ ബലി നൽകി ലോകവും കാലാവസ്ഥയും അങ്ങനെ മാറേണ്ടതില്ലെന്ന കടുംപിടുത്തം ചില രാജ്യങ്ങൾക്കെങ്കിലുമുണ്ട്. പറയാൻ അവരുടേതായ ന്യായങ്ങളും. കൂട്ടനാശത്തിലേക്കാണ് പോക്കെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കുറച്ചൊക്കെ COP28 കഴിഞ്ഞു. COP28 വന്നത് തന്നെ ഐ തിങ്ക് അത് വലിയൊരു നമുക്കൊരു നേട്ടമാണ്. ഐ തിങ്ക് നമ്മളെപ്പോലത്തെ ഒരു കൺട്രിക്ക് ഇതിലേറെ വേറെ വലിയൊരു അച്ചീവ്മെൻ്റ് ഇല്ല സത്യത്തിൽ. ബിക്കോസ് ഇവിടെ നിന്നാണ് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ഇൻ്റർനാഷണൽ ആയാലും ലോക്കലി ആണെങ്കിലും കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. കുറേ ആസ്പെക്ട്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഡിജിറ്റൽ മീഡിയ ആണ്, കണ്ടൻസും പെട്ടെന്ന് ആൾക്കാരിൽ എത്തുന്നുണ്ട്. അപ്പോൾ വളരെ ഇഫക്റ്റീവാണ്, ഡെഫിനറ്റ്ലി വളരെ ഇഫക്റ്റീവാണ് ഇങ്ങനത്തെ COP28 പോലത്തെ ഇതേപോലത്തെ സിമിലർ പ്ലാറ്റ്ഫോംസ്. 2050 കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും കുറയ്ക്കണം. അതിന് കൽക്കരി, പെട്രോളിയം ഉൾപ്പെടെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും കുറയ്ക്കാതെ തരമില്ല. ആഗോളതാപനം 1.5 ഡിഗ്രിയിൽ പിടിച്ചു നിർത്താനായില്ലെങ്കിൽ പിന്നെ ആരും ബാക്കിയാകില്ല. ഈ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ദുബൈ എക്സ്പോ സിറ്റിയിൽ നടന്ന COP28. ക്ലൈമറ്റ് ചേഞ്ച് ആണ് അതൊരു ഹെൽത്ത് ക്രൈസിസ് തന്നെയാണ്. അപ്പം ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും അതിന് വന്നതെന്നുള്ളത് വളരെ സന്തോഷം തോന്നിക്കുന്നു. അപ്പം അതിനായിട്ടുള്ള നടപടികൾ എല്ലാ രാജ്യങ്ങളിലും എന്താ പറയുക
അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകാം, കമ്മിറ്റ്മെൻറ്റ്സും ഉണ്ടാകുക. 21 പേജുള്ളതാണ് ഉടമ്പടി രേഖ. 2050 മുമ്പായി നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കാൻ സാധ്യമായ എല്ലാ നീക്കവും നടത്തുമെന്ന് രേഖ പറയുന്നു. ഞാൻ ഈ ഓൾട്ടർനേറ്റീവ് എനർജിയിലുള്ളതായ ഇൻഡസ്ട്രിയിലേക്ക് ഏറ്റവും കൂടുതൽ അവിടേക്കായിരിക്കും കൂടാതെ അതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 30 ബില്യൻ്റെ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾട്ടർനേറ്റീവ് എനർജിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഇനിയും വരുന്ന വ്യവസായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മറ്റ് സംരംഭകർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഓൾട്ടർനേറ്റീവ് എനർജിയിലേക്കാണ്. ഭൂമിക്കും നമുക്കും വേണ്ടി മാത്രമുള്ളതല്ല ഈ പോരാട്ടം. അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമി വാസയോഗ്യമാകണോ എന്നതാണ് പ്രധാന ചോദ്യം. എങ്കിൽ ബദലുകളും തിരുത്തും കൂടിയേ തീരൂ. അതിന് തയ്യാറല്ലെങ്കിലോ? എങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.